കേട്ടില്ല. അസ്സലാമലൈക്കും. പറയണത് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഈ കാണുന്നത്. എന്റെ മോന്റെ അടുത്ത് വരുന്ന പോലും ഇല്ല. എനിക്ക് കാണാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കണം, നിങ്ങള് സഹായിക്കണം. എന്താണ് നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഫാബിസ് മോനെ അറിയാലോ, കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത പൊന്നു മോനാണ്. പക്ഷെ ഇപ്പൊ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി കുടുംബം യാചിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഈ കുഞ്ഞിന് വേണ്ടി സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കണം ഞങ്ങളെ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കാരണം ഫാബിസ് മോന്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫാബിസ് മോനെ കേരള സമൂഹം ഒന്നടങ്കം സഹായിച്ചതാണ്. ഇപ്പോൾ തന്നെ ഫാബിസ് മോന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ചിലവായി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുഞ്ഞിനെ റെഫർ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ തന്നെ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ എറണാകുളം ജില്ലയിലെ റിനി മെഡിസിറ്റി ഹോസ്പിറ്റലാണ് ഞാനുള്ളത്. ഫാബിസ് മോന്റെ അവസ്ഥകൾ 1-2 ദിവസമായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കാണുന്നുണ്ടാകും. കാരണം ഫാബിസ് മോന്റെ അവസ്ഥകൾ അറിയാത്തവർ മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കെന്റെ പ്രിയപ്പെട്ടോട് പറയാനുള്ളത്, ഈ കുരുന്നു, ഈ തങ്കക്കുടത്തിന് നമുക്കെല്ലാവർക്കും കൂടി സഹായിക്കണം. കാരണം ഈ മോന്റെ ജീവൻ ഇപ്പോൾ നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്താൽ മാത്രമാണ് ഫാബിസ് മോനെ നമുക്ക് പുതുജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അസ്സലാമലൈക്കും. അർഷദ് പുത്തൻതോപ്പാണ്. കേരളത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് ഓടിയെത്തി ഇറണൈ മെഡിസിറ്റിയുടെ മുൻവശത്ത് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട മുഹമ്മദ് ഫാബിസ് എന്ന പൊന്നുമോന് വേണ്ടിയിട്ടാണ്.